പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടത്? ഒരു ഇഫക്റ്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോള് നടത്താതെ ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറയാനുള്ളത്, ഇത് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ്. ആ രീതിയിൽ ഇതിനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന LDFും ചെറുതായിട്ട് UDFും. പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ്. ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത്. 2021 ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ 76% ആയിരുന്നു 21. 75.37% എന്ന് പറഞ്ഞാൽ 1%, 0.5% കുറവ് ആണ് രേഖപ്പെടുത്തിയത്. അതും ഈ കടുത്ത മഴയിൽ, ഈ കാലാവസ്ഥ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു? മറുപടി പറയേണ്ടവർ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 1,74,667 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2021 പോൾ ചെയ്തത് 1,73,443 എന്ന് പറഞ്ഞാൽ 1,224 വോട്ട് ആ 21-നേക്കാളും ഇപ്പൊ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. അപ്പൊ എവിടെയാണ് ജനം, എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിന്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമുക്കറിയാം. മറ്റൊരു അത്ഭുതാവഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ്. ഇവിടെ ആ പുരുഷന്മാർ വോട്ട് ചെയ്തത് 81,007 വോട്ടാണ് പുരുഷന്മാർ ചെയ്തത്. എന്നാൽ സ്ത്രീ വോട്ട് 93,658 എന്ന് പറഞ്ഞാൽ 12,651 വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്.